എല്ലാവർക്കും നവവത്സര ആശംസകൾ. ഈ പുതുവർഷത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. അനേകര് കഴിഞ്ഞ വർഷത്തിൽ ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. അനേകര് കഷ്ടം അനുഭവിക്കുന്നു. ദൈവരോട് കരുണ ചെയ്യട്ടെ. നമ്മൾക്ക് ദൈവം ഒരു പുതുവർഷത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചുവെങ്കിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം ഈ 2013 ദൈവം നമുക്ക് തരട്ടെ. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം യേശു കർത്താവിൻ്റെ പ്രാർത്ഥന കാണാം. ഒരു വചനം ഇങ്ങനെയാണ്: ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല കൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിലെടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തത് പോലെ അവരും ലൗകികന്മാർ അല്ല, അതുകൊണ്ട് ലോകം അവരെ പകച്ചു. നാം യേശുവിൻ്റെ പിൻഗാമിയായാൽ ലോകം നമ്മളെ പകയ്ക്കും. യേശു അത് പറഞ്ഞു. നാം ഈ ലോകക്കാരെ പോലെ ആയാൽ നമ്മളെ ആരും പകയ്ക്കത്തില്ല. യേശുവിന് ഈ ലോകം കൊടുത്തത് കുരിശാണ്. പഴി, ദുഷി, നിന്ന. പക്ഷെ യേശുവിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു, താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അത് യേശു പറഞ്ഞു. ഈ 2013 യേശുവുമായിട്ടുള്ള ബന്ധം സുഹൃത്തെ നിങ്ങൾക്കുണ്ടോ? ഇല്ല എങ്കിൽ അത് പുതുക്കുക. നാം യേശുവിനായി ജീവിക്കുന്നെങ്കിൽ നമ്മുടെ അകത്തെ ആത്മാവ് നിത്യജീവൻ്റെ അനുഭവത്തിൽ ജീവിക്കും. സമാധാനമുണ്ടാകും. ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏത് സന്തോഷത്തെക്കാളും വലിയ സന്തോഷമാണ് യേശുവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിക്കാം. നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈ പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതുവത്സര ആശംസകൾ ആശംസിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ.